വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ക്ലാസ്സിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിജൻ്റെ എമൗണ്ട് ആണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ 21%, ടെറസ്ട്രിയൽ മാറ്ററിലാണെങ്കിൽ 50% ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിലിണ്ടേഴ്സ്, ഓക്സിജൻ സിലിണ്ടർ, നൈട്രസ് ഓക്സൈഡ് സിലിണ്ടർ, കാർബൺ ഡയോക്സൈഡ് സിലിണ്ടറിൻ്റെയൊക്കെ കളർ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡും ഇനി വരും ദിവസങ്ങളിൽ പഠിക്കും. ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് ഷോൾഡർ വൈറ്റ് ആയിരിക്കും, ബോഡി ബ്ലാക്ക് ആയിരിക്കും. ഓക്സിജൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. വാട്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ഓക്സിജൻ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ഡയോക്സൈഡിൻ്റെ സ്റ്റാൻഡേർഡ്, അപ്പോൾ നമുക്ക് IP ലിമിറ്റ് ഉണ്ട്, നോട്ട് ലെസ് ദാൻ 99% വോളിയം ബൈ വോളിയമാണ്. കാർബൺ ഡയോക്സൈഡിലെ അറ്റ്മോസ്ഫിയറിലെ കണ്ടൻറ്റ് 0.03% ആണ്. കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് H2CO3 ആയ കാർബോണിക് ആസിഡ് കിട്ടും. വാട്ടർ സപ്ലൈയിൽ നമുക്ക് ഫ്ലൂറിൻ ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ടെക്നിക്കിനെ പറയും ഫ്ലൂറിഡേഷൻ എന്ന് പറയും. ദെൻ സോഡിയം ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം കാർബണേറ്റും ഹൈഡ്രോഫ്ലൂറിക് ആസിഡും കൂടെ ചേർത്തിട്ടാണ്. സോഡിയം ഫ്ലൂറൈഡ് നമ്മൾ ആൻറ്റി കാരീസ് ഏജൻറ്റ്, പല്ലിലെ ആൻറ്റി കാരിയർ ഏജൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് പല്ലിൽ കാരീസ് ഉണ്ടാവും, ആ ഡെൻറ്റൽ കാരീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി കാരിയർ ഏജൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി സോഡിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ, സോഡിയം ഫ്ലൂറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്ലൂറൈഡും കിട്ടും. ഇനി സോഡിയം ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റാണ് അതിൻ്റെ 98.5% കുറയാനും പാടില്ല, 100.5% കൂടാനും പാടില്ല. ഒരു IP ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാറുണ്ട് ഓരോ കോമ്പൗണ്ടിനും ബേസ് ചെയ്തിട്ട്. ഇനി ടൂത്ത് പൗഡറിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് വെച്ചാൽ അബ്രസീവ് ഏജൻറ്റ് എന്തായാലും വേണം, അതുപോലെ ഫ്ലേവറിങ് ഏജൻറ്റും സ്വീറ്റനിങ് ഏജൻറ്റും ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റും കാൽഷ്യം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ഡൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് അസേ ചെയ്യുന്നത് കോംപ്ലക്സോമെട്രി ആണ്. കാരണം കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം അതിൻ്റെയൊക്കെ അസേ മെത്തേഡ് എന്ന് പറയുന്നത് കോംപ്ലക്സോമെട്രി ആയിരിക്കും. സ്ട്രോൺഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡീസെൻസിറ്റൈസിങ് ഏജൻ്റ് ആണ്. പല്ലിലെ പുളിപ്പരസമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രോൺഷ്യം ക്ലോറൈഡ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് സ്ട്രോൺഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർത്തിട്ടാണ്. ഇനി ലൈം വാട്ടറിലേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്താൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് കിട്ടും. ഈ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡാണ്. നൈട്രസ് ഓക്സൈഡ് സിലിണ്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് വേറൊരു പേര് സിനോൺ എന്ന് പറയുന്നത് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ജനറൽ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യും, അനാൽജസ് വേദനയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി ടൂത്ത് എക്സ്ട്രാക്ഷൻ ചെയ്യണ സമയത്താണ് ഈ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് നമ്മൾ കൊടുക്കുന്നത്. നൈട്രസ് ഓക്സൈഡിൻ്റെ ആണ് N2O കണ്ടൻറ്റ് വേണ്ടത് 98% വോളിയം ബൈ വോളിയമാണ്. ഈ നൈട്രജൻ ഗ്യാസ്, അപ്പോൾ നൈട്രജൻ മെയിൻലി ലാർജ് ക്വാണ്ടിറ്റി വൈറ്റ് സോൾട്ട് പെറ്ററിലാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഗൺ പൗഡർ നമ്മൾ പറയാറുണ്ട്. സോൾട്ട് പീറ്ററിന് മെയിൻലി നമ്മൾ പറയുന്നത് ഗൺ പൗഡർ, പൊട്ടാഷ്യം നൈട്രേറ്റ് ആണല്ലോ. ഇനി നൈട്രജൻ കെമിക്കലി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ഓക്സൈഡ്, റെഡ് ഹോട്ട് ആയിട്ടുള്ള കോപ്പർ ഓക്സൈഡിൽ വെച്ചിട്ട്. ഇനി അറ്റ്മോസ്ഫിയറിക്കിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് 79% ആണ് ഉണ്ടാവുക. ഹീലിയം നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് 132 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് സ്റ്റോർ ചെയ്യുക. ഹീലിയത്തിൻ്റെ അളവ് പൊതുവെ വളരെ കുറവാണ്, 0.00037% വെറ്റ് ബൈ വെറ്റ് മാത്രമേ അറ്റ്മോസ്ഫിയറിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
സിങ്ക് ക്ലോറൈഡ് കാണുന്നത് വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടായിരിക്കും. ഇനി സിങ്ക് ക്ലോറൈഡ് അക്വസ് സൊല്യൂഷനിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു pH ആണ് 4.6 to 6 എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിങ്ക് ക്ലോറൈഡിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് 95%-ൻ്റെയും 100.5%-ൻ്റെയും ഇടയിലായിരിക്കും. സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യുന്നത് മൗത്ത് വാഷിലാണ് കേട്ടോ. ഇനി കാൽഷ്യം കാർബണേറ്റ് നമുക്ക് വേറൊരു പേരുണ്ട്, ലൈംസ്റ്റോൺ എന്ന് പറയും. ഇനി കാൽഷ്യം കാർബണേറ്റിൻ്റെ അസേ ചെയ്യുന്നത് കോംപ്ലക്സോമെട്രി വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കാൽക്കൺ മിക്സ്ചർ ആയിരിക്കും. ഇനി കാൽഷ്യം കാർബണേറ്റിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അബ്രസീവ് ഏജൻ്റ് ആണ്. അതിൽ ആൻസർ കൊടുത്തിട്ടില്ല ഞാൻ. അബ്രസീവ് ഏജൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ടൂത്ത് പേസ്റ്റിലാണ് അബ്രസീവ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാവാറുണ്ട്. ഇനി കാൽക്കൺ മിക്സ്ചർ ആ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് മോർഡൻറ്റ് ബ്ലാക്കും അതുപോലെ അൺഹൈഡ്രസ് ആയിട്ടുള്ള സോഡിയം സൾഫേറ്റിൻ്റെയും കോമ്പിനേഷനാണ് കാൽക്കൺ മിക്സ്ചർ. അപ്പോൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനെ പറ്റിയിട്ടുള്ള അനാലിസിസിൻ്റെ ഞാൻ ക്ലാസ് ഇടാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് കോംപ്ലക്സോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് പറയാം. അപ്പോൾ മോഡേൺ ബ്ലാക്ക് ടു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇൻഡിക്കേറ്ററാണ് കോംപ്ലക്സോമെട്രിയിൽ. ഇനി ലിക്വിഡ് ഹീലിയം ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 കെൽവിനിലായിരിക്കും. ഇനി ഹീലിയത്തിൻ്റെയും ഓക്സിജനും നമ്മൾ മെഡിസിനൽ ഗ്യാസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഹീലിയം ആണെങ്കിൽ നമ്മൾ 79%-ഉം ഓക്സിജൻ ആണെങ്കിൽ 21%-ഉമാണ് മെഡിസിനൽ ഗ്യാസ് ഒരു ആ മിക്സ്ചറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി വരുന്ന വീഡിയോസ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.